പറയടാ മീനു, നമ്മൾ നാളെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഷൂട്ടേ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടേ. ആ ആണോ? എന്നത്തേക്കാ? അത് ഞാൻ ഡേറ്റ് നോക്കിയിട്ട് അറിയിക്കാം. ആ ഓക്കെ ഓക്കെ. നീ എവിടെയാ? ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? നിനക്കറിയാത്ത ഫ്രണ്ടാ? എനിക്കറിയാൻ പാടില്ലാത്ത ഏത് ഫ്രണ്ടാ നിനക്കുള്ളേ? അതൊക്കെ ഉണ്ട്. ഓ ഓ ഓ എനിക്ക് മനസ്സിലായി. പാറമട വീട്ടിലെ ഫ്രണ്ട് അല്ലേ? പാറമട വീട്ടിലെ ഏത് ഫ്രണ്ട്? കിടന്നൂരിലല്ലേ? സത്യം പറ, നീ കേശുവിനെ കാണാൻ പോവല്ലേ? ആണെങ്കി എന്താണ് ഉദ്ദേശം? ഇന്ന് നീ അവനോട് ഇഷ്ടം തുറന്നു പറയോ? എന്തിഷ്ടം? വേണ്ട വേണ്ട, എന്റെ അടുത്ത് അടവിറക്കല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, പറയാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് തുറന്നു പറഞ്ഞേക്ക്. അതൊന്നും ശരിയാവില്ല. അവനൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്ക. അപ്പം വേണ്ട. എന്ത് ശരിയാവില്ലെന്ന്? എല്ലാം ശരിയാവും. നീ കൂടുതലൊന്നും ആലോചിക്കാതെ കാര്യം തുറന്നു പറഞ്ഞു. പറയണോ? പറയല്ലേ? പറയാല്ലേ? പിന്നല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആകല്ലു കേട്ട് ആന്ന് കേട്ടെന്ന്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. അപ്പൂപ്പനെ അമ്മൂമ്മനെയൊക്കെ കൊണ്ട് പുറത്തു പോകുന്നോളാം, പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ഒരുപാട് മിഠായി മേടിച്ച് കഴിക്കരുത്. അതുപോലെ തന്നെ ആ കടയിലൊക്കെ ഒരുപാട് പാവകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കരുത്. അത് ഞാനും അച്ഛനും കൂടെ വന്നിട്ട് മേടിച്ചു തരാം. ഇതൊക്കെ സമ്മതമാണെങ്കിൽ പൊക്കോ. ഉറപ്പാണേ? ഓക്കെ, അപ്പൊ ഗുഡ് ഗേൾ. ശരി, ഇല്ല കുഴപ്പമില്ല, ഞാൻ അമ്മൂമ്മനെ വിളിച്ചോളാം. ഓക്കെ. ഇങ്ങ് വാ. എന്താണ് പുതിയ പ്രാങ്ക് ആയിട്ട് ഇറങ്ങിയതാ? ഏയ് ഒന്നുമില്ല, ചുമ്മാ ഈ വഴിക്ക് വന്നപ്പോ കേശുവിനെ കാണാൻ വേണ്ടി വന്നതാ. കേശു ഓക്കെ അല്ലേ? കേശുവിന് എന്താ കുഴപ്പം? അല്ല, മെർലിൻ ബ്രേക്കപ്പ്. അത് അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോ ആ ഒരു ടോപ്പിക്കിനെ പറ്റി അധികം സംസാരമൊന്നുമില്ല. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. ചിലപ്പോ ഡിപ്രഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആണോ? ആന്ന്. എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ബ്രേക്കപ്പ് ആയ സമയത്ത് 5-6 ദിവസം നിർത്താതെ കരയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ടപ്പേന്ന് ഒരു ദിവസം കരച്ചിലങ്ങ് നിർത്തി. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് മിണ്ടി. ഇത് പേടിക്കൊന്നും വേണ്ട, കേശുവിന് അങ്ങനെ കരച്ചിലൊന്നുമില്ല. പിന്നെ നമ്മളുടെ അടുത്തൊക്കെ മിണ്ടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഡിപ്രഷൻ അകത്തായിരിക്കും. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. സൂക്ഷിക്കാം. പിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കൂടെ ഉള്ളതും നല്ലതാ. അതിനും ഞങ്ങൾ ശ്രമിക്കാം. മതി, ഒരു ശ്രദ്ധ ഉണ്ടായാ മതി. യേശുവിന്റെ ഫ്രണ്ട് പ്രാങ്കത്തി എത്തിയ എന്താണ് സുഖം? മീനു പറയുമായിരുന്നേ കേശുവിനെ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യണമെന്ന്. അവന് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അവൻ അങ്ങനെ ഡിപ്രഷൻ വരുത്തൊന്നുമില്ല. അവൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലേ വേറെ 10 പെമ്പിള്ളാര് ഇവിടെ വരും. അയ്യോ, ഞാനങ്ങനെ ഉദ്ദേശിച്ചു വന്നല്ലോ ചേച്ചി. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ആണല്ലേ? ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആയി പോയി. എന്തിന്? മീനു അവന്റെ ഫ്രണ്ട് ആണല്ലോ. അപ്പൊ കേശുവിന് എന്തെങ്കിലും ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് മീനു അത് അവന്റെ അടുത്ത് ചോദിച്ചറിയും. എന്നിട്ട് അത് നമ്മുടെ അടുത്ത് വന്ന് പറ. കുഴപ്പമില്ല, ഞാൻ നോക്കിയോളാം. ഇപ്പത്തേളൂ. അത് നിന്റെ സുഖവിവരങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. കേശു ഓക്കെ അല്ലേ? ഓ, ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ ഇന്നലെ കണ്ടപ്പോഴേ
പറഞ്ഞില്ലേ? ആഹാ, അപ്പൊ ഇന്നലെയും രണ്ടുപേരും കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു അല്ലേ? അല്ല, ഭയങ്കര കെയറിങ് ആണല്ലോ സിത്ത്. അല്ല, സുഹൃത്തുക്കളായ അങ്ങനെ വേണമെന്ന് പറയുമായിരുന്നു. അതെ, ഒരാപത്ത് വരുമ്പോഴാണല്ലോ സുഹൃത്തുക്കളുടെ ആവശ്യം വരിക. കൊച്ചേ, എന്റെ അനിയനെ നോക്കിക്കോളണേ. അത് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതെ ചേച്ചി, ഒരു ചായ ഇട്ടു. ഓടാ അവിടെ നിന്ന്, ഉച്ചക്കാണോ ചായ? അല്ലേ, അതുകൊള്ളാലോ. അല്ലെ ഇതിന് അളിയെ എപ്പോ നോക്കിയാലും ചായ വേണം ചായ വേണം ചായ വേണം എന്ന് പറഞ്ഞ് ഇട്ടിട്ട് കൊടുക്കുമല്ലോ. രാവിലെ വൈകിട്ട് രാത്രി ഒന്നും ഇല്ലാതെ. എനിക്ക് മാത്രം തൊണ്ടിൽ ചായ വെച്ച് തരാൻ പ്രശ്നം? എന്റെ കെട്ടിയോര് ഞാൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. നിനക്ക് വേണമെങ്കിൽ ആരെങ്കിലും കെട്ടിക്കൊണ്ട് നിർത്തടാ. എന്നിട്ട് ചായ ചോറ് എന്താന്ന് വെച്ചാൽ വെച്ചുണ്ടാക്കിപ്പിക്കും. കേശുവിന് ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ? അല്ല, എനിക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം. ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. എങ്ങോട്ട്? ചേച്ചി, ഇപ്പൊ അവൻ ഭയങ്കര ഡിപ്രഷനിൽ നിൽക്ക. നമ്മൾ അവനോട് പെട്ടെന്ന് നോ പറയാൻ പാടില്ല. അവന് പെട്ടെന്ന് ഫീൽ ആവില്ലേ? ഓ, ആന്ന്. ചേച്ചി പഠിക്കണ്ട, ഇത് ഞാൻ ഇല്ല. കേശു, കേശുവിന് ചായ ഞാൻ ഉണ്ടാക്കി തരാം. ചായ വേണ്ടേ? സെറ്റ് ചെയ്ത് തരാം. ചായ സെറ്റ് ചെയ്തേ. അളിയാ, ഇതെന്തേലും കുഴപ്പമുണ്ടോ? അറിയാ, ചില കുഴപ്പങ്ങളെ ചില സമയത്ത് ഗുണം ചെയ്യും. കേശു, കേശുവിന് ചായ ഞാൻ ഉണ്ടാക്കി തരാം. ചായ വേണ്ടേ? സെറ്റ് ചെയ്ത് തരാം. ചായ സെറ്റ് ചെയ്തേ. അളിയാ, ഇതെന്തേലും കുഴപ്പമുണ്ടോ? അറിയാ, ചില കുഴപ്പങ്ങളെ ചില സമയത്ത് ഗുണം ചെയ്യും. அம்மா മെർലിൻ ഇനി ഇങ്ങ വരമാട്ടാളാ? എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പോഴത്തെ ഓരോ പിള്ളേരുടെ കാര്യങ്ങളല്ലേ. പാവല്ല നമ്മ കേസു. ഹായ് അമ്മ. ഇതാരിത്? പുതിയ പ്രാങ്കുമായിട്ട് ഇറങ്ങിയതാണോ? കേശുവിന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നതാ. அது என்னாலும் ரொம்ப நல்லாச்சு. அவன் ரொம்ப பாவம் தான், ரொம்ப வருத்தமா இருக்கான். അതൊക്കെ ഇനി മാറിക്കോളൂ. മീനു എത്തിയല്ലോ, അല്ല മീനു? യേശുവിനെ കണ്ടില്ലയോ? കണ്ടു. കേശുവിന് ചായ വേണം. ഈ ചൂടത്തായി ചെറുക്കന്റെ ഒരു ചായ. അയ്യോ, അമ്മൂമ്മ എന്റെ ബുദ്ധിമുട്ടുണ്ട്. മീനു ഉണ്ടാക്കിക്കോളാന്നാ പറഞ്ഞത്. എന്നെ നോക്കി പേടിപ്പിക്കണ എന്തിനാ? ചേച്ചി മാറി. എവിടെ ചായപാത്രം? എവിടെ ചായപാത്രം? ചായപാത്രം എന്തേ? ആ, അതേ ഇരിക്കുന്നു അവിടെ. താങ്ക് യു. കഴുകുണ്ട്. இங்க சிங்கு. ചേച്ചിയെ, കേശുവിന് കട്ടൻ ചായയാണോ ഇഷ്ടം, പാൽ ചായയാണോ ഇഷ്ടം? കട്ടൻ ചായ. ഓക്കെ. ചായപ്പൊടി എവിടെ ഇരിക്കുന്നത്? തേയില ആ ഷെൽഫിലുണ്ടാവും. ആ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? എന്ത് ചായ? എനിക്ക് വേണ്ട, അമ്മൂമ്മയ്ക്ക് വേണം. വേണ്ടെന്ന്. അപ്പൊ കേശുവിന് മാത്രം മതി. പിന്നെ മീനുവിന് വേണമെങ്കിൽ മീനു ഇട്ട് കുടിച്ചോ. ഓക്കേ. എന്താടാ പ്രാങ്ക് വല്ലതും ആണോ? കണ്ടിട്ട് ഇത് പ്രാങ്ക് ആയിട്ട് എനിക്ക് തോന്നണില്ല. ഇല്ലേ, അല്ല നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പക്ഷേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സമയമാകുമ്പോ ചേച്ചി പറഞ്ഞുതരാം.
കേശു കേശുവിന് മധുരം കൂട്ടി വേണോ കുറച്ച് വേണോ? തൽക്കാലം കുറച്ച് മധുരം മതി. ആവശ്യത്തെ കൂടുതൽ പഞ്ചാര ഈ ശരീരത്തിലുണ്ട്. ചേച്ചിയുടെ ഒരു ഫണ്ട്. കപ്പെന്തേ? നിനക്ക് ചായ ഗ്ലാസ്സിൽ വേണോ അതോ കപ്പിൽ വേണോ? എനിക്ക് ഗ്ലാസ്സിൽ മതി. അപ്പൊ ഈ കപ്പ് എടുത്തു. ഇത് ഇവിടെയുണ്ട്. മുമ്പൊന്ന് മാറിയുന്നേ. അതൊന്ന് കഴുകിയാ നന്നായിരുന്നു. ആ കുഴപ്പമില്ലേ? പൊട്ട് അരിപ്പന്തേ? അരിക്കണോ? ചായയോടുള്ള ആഗ്രഹം കാരണം ചായ നേരിട്ടെ. എന്നാ ഓ കുടിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. എന്നൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞൂടെ? താങ്ക്സ്. വെൽക്കം. ഞാൻ അപ്പുറത്ത് പോയിരുന്നു കൊടുക്കും. അമ്മ കേശുവിന് നല്ല വിഷമമുണ്ട് കേട്ടോ. വിഷമിക്കട്ടെ, നമ്മളാരും ഒന്നും ചെയ്തല്ലോ, സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചല്ലയോ, അനുഭവിക്കട്ടെ അങ്ങോട്ട്. അമ്മൂമ്മ എന്തിനാ കേശുവിന് ഇങ്ങനെയൊക്കെ പറയുന്നത്? കേശു പാവല്ലേ, അവളല്ലേ പറ്റിച്ചിട്ട് പോയത്. അവളായാലും ഇവളായാലും എല്ലാം കണക്ക് തന്നെ. കേശുവിനെ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യണം എന്നാണ് മീനു പറയുന്നത്, അല്ല മീനു? അതെ അതെ. പിന്നെ മീനും കെയർ ചെയ്യുമായിരിക്കുമല്ലോ അല്ലേ? അതെയാ നോക്കണം. അതെ, എന്താണ് ഇതാരേ നോക്കണേ? കേശുവിനെ ആ, എന്താ അല്ല, കേശുവിനെ കണ്ടില്ല. കണ്ടില്ല? ഓഹോ, എന്താ ലജുസേ, നമ്മുടെ കേശുവിനെ തപ്പി നടക്കുക. എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. കേശുവിന് ഡിപ്രഷൻ ആണല്ലോ സിദ്ധു. അതെ അതെ. അപ്പൊ ചിലപ്പോ സമാധാനിപ്പിക്കാനായിരിക്കും. സമാധാനിപ്പിക്കാനാണോ? ആ, സമാധാനിപ്പിക്കാനാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആ കാര്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞോളാം. ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. ഞാനും അവനും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. എന്റെ അടുത്ത് പറഞ്ഞു. അതെ, ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും ആണെങ്കില് കട്ട ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ, അറിയോ? അതൊക്കെ കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് ശേഷമേ ഞങ്ങളെ തമ്മിലാണ് കട്ട ബോണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു. അറിയാം. അതെ അതെ, അളിയനും അളിയനൊക്കെ പിന്നീട്. ആദ്യ ചേച്ചി അനിയനല്ലേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ചേടാ, ഇത് എന്ത് കഷ്ടം നോക്കി. ഞാൻ പറഞ്ഞോളാം. നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ? നീ എന്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. അതെ, എന്റെ അടുത്ത് പറഞ്ഞ എന്താ കുഴപ്പം? എന്റെ അടുത്ത് പറഞ്ഞാ എന്താണ് കുഴപ്പം? നിനക്കിപ്പോ എന്താ കുഴപ്പം? നിനക്കിപ്പോ എന്താ കുഴപ്പം? അവൾ എന്റെ അടുത്ത് പറയട്ടെ. അവൾക്ക് എന്റെ അടുത്ത് പറയാലോ. ചേടാ, എന്താണ് വഴക്കുണ്ടാക്കണ്ട, കുഴപ്പമില്ല. എനിക്ക് അവനോടാ പറയാനുള്ളത്. ഞാൻ അവനോട് പറഞ്ഞോളാം. കുറച്ച് പേഴ്സണലാ. പേഴ്സണൽ ആണല്ലേ? എങ്കിൽ പിന്നെ കുട്ടി നേരിട്ട് പറഞ്ഞോളൂ. അതെ, മീന് നേരിട്ട് തന്നെ പറഞ്ഞോളൂ. കേശു എവിടെയാ? അവൻ പുറത്തെവിടെയും കാണുന്നേ ആണല്ലേ? എന്നാ ഞാൻ അങ്ങോട്ട്. പേഴ്സണൽ ആണെന്ന്. അതെ അതെ, എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. എന്താണ് രണ്ടുപേരോട് ചിരിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ കരഞ്ഞോണ്ട് നിൽക്കണോ ഞങ്ങള്? എന്തോ നോക്കുന്നു? എന്തിയേ? ആര്? മീനൂട്ടി കേശുവിനെ സമാധാനിപ്പിക്കാൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല അമ്മുമ്മേ, ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. என்ன நடக்கும்? ഇന്നെന്താ നടക്ക? നമുക്ക് നോക്കാന്ന്. അവിടെ എങ്ങും കാണുന്നില്ലെന്ന്. കേശു പുറത്തില്ല? ഇല്ല. ആ, അതെ,
അവൻ ഡിപ്രസ്ഡ് അല്ലേ, ചിലപ്പോ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ വരും. വെയിറ്റ് ചെയ്യണേ. கேசு ரொம்ப பாவம் தான், அவன் வருத்தமா இருக்கான். അവന്റെ വരുത്തം മാറാനുള്ള മരുന്നൊക്കെ വരുന്നുണ്ട്. അതെന്തും മരുന്നല്ലേ ചേച്ചി? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. என்ன நடக்கும்? രജുസേ, ഇന്ന് എന്താ നടക്ക? നമുക്ക് നോക്കാന്ന്. അവിടെ എങ്ങും കാണുന്നില്ലെന്ന്. കേശു പുറത്തില്ല. ഇല്ല. ആ അതെ, അവൻ ഡിപ്രസ്ഡ് അല്ലേ, ചിലപ്പോ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ വരും. വെയിറ്റ് ചെയ്യണേ. கேசு ரொம்ப பாவம் தான், அவன் வருத்தமா இருக்கான். അവന്റെ വരുത്തം മാറാനുള്ള മരുന്നൊക്കെ വരുന്നുണ്ട്. അതെന്തും മരുന്നല്ലേ ചേച്ചി? ഇല്ല, ഒറ്റക്കിട്ട് ഇനി പറയാം. കേശു, മീനുവാണോ? ആ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ഇത് ഒളിച്ചിരിക്കണ? എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. ഓ, കാര്യം പറ. എന്ത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറ. അയ്യോ, ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. എന്ത്? എനിക്ക് അത് മുഖത്തോക്കി പറയാൻ ഒരു ചമ്മല്. പറ പറ പറ. പ്രാങ്ക് അല്ലേ? ക്യാമറ വെച്ചേക്കുന്നത് പറ. പ്രാങ്ക് ഒന്നും അല്ല. പ്രാങ്ക് അല്ലെന്ന്. എനിക്ക് എങ്ങനെ പറയണ്ടേന്നറിയില്ല. കുഴപ്പമില്ല, പറ. പറയട്ടെ? ഓ, പറ. എനിക്ക് എന്തോ പോലെ. കേശു പോയോ? ഇല്ല, പോയില്ല. ഇപ്പൊ പോയാലോ? ഞാൻ കൊറേ കാലായി പറയണം പറയണം എന്ന് വിചാരിക്കണു. അതിപ്പോ തന്നെ പറയാൻ കിട്ടിയുള്ളല്ലേ? പറ. ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അല്ല, പറയണോന്ന് അത്ര നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. പറ. പറഞ്ഞ തന്നെ കളിയാക്കല്ലേ? കേശു ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാ മതി. ഓ, ഞാൻ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. പറയട്ടെ? ഞാൻ പറയുവേ. പറ പറ പറ. കേശു, ജീവിതം ഒരു പ്രാങ്ക് അല്ലല്ലോ കേശു, അതൊരു റിയാലിറ്റി അല്ലേ? ഭീകരമായ റിയാലിറ്റി. ജീവിതത്തില് ഇനിയും കൊറേ പ്രാങ്കുകൾ ഉണ്ടാവും. ഉണ്ടാവും. എന്റെ പ്രാങ്കുകൾക്കൊപ്പം ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവോ കേശു? കേശു,
ഞാൻ പ്രാങ്ക് ചെയ്ത് പറ്റിക്കെങ്കിലും ജീവിതത്തില് പ്രാങ്ക് ഇല്ലെങ്കിൽ ഞാൻ പറ്റിക്കില്ല. ശേഷു ഇതേ ഇത് അവളുടെ നല്ല ഒന്നാം തരം പ്രാങ്കാണ്. നിങ്ങൾ ഇതിനുള്ള മറുപടി കൊടുത്താൽ മതി. ഞാൻ പോണം. അല്ലേ നമ്മളോടാ. കേശു എന്താ ഒന്നും പറയാത്ത? ഞാൻ പറഞ്ഞാ മതിയോ? ഞാൻ പറയാന്ന്. ചേച്ചി ഒന്നും പറയണ്ട. എങ്കിൽ പിന്നെ ചേട്ടൻ പറയാം. വേണ്ട. പറയണ്ട. അങ്ങനെ പറയില്ലേ, ഞങ്ങള് പറയാന്ന്. ഞാൻ പറഞ്ഞ എല്ലാം കേട്ടോ? കേട്ടു. കേട്ടല്ലേ? പ്രാങ്ക് ആയിരിക്കും അല്ലേ? ഞാൻ എല്ലാരെയും പറ്റിച്ച് ചപ്പിപ്പോയെ. അതെ അതെ, കേശു ഞങ്ങളുടെ ചങ്ക. ഞങ്ങൾ എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പറ്റിച്ചാന്ന്.